ഇന്ന് നമുക്കൊപ്പം വളരെ പ്രിയപ്പെട്ട ഒരു അതിഥി കൂടിയുണ്ട്. റിലീസ് ചെയ്ത 7 ദിവസങ്ങൾ കൊണ്ട് 200 കോടിയും പിന്നിട്ട ദൃശ്യം 3 തിയേറ്ററുകളിൽ ജൈത്രയാത്ര തുടരുകയാണ്. ഒരു സാധാരണ കുടുംബത്തിൻ്റെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഫ്രാഞ്ചൈസിക്ക് ജന്മം നൽകിയ സംവിധായകൻ ജിത്തു ജോസഫാണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം. ലീഡേഴ്സ് മോർണിംഗിലേക്ക് സ്വാഗതം. ജിത്തു ജോസഫിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഹർഷൻ, രാജാക്കാട് പോലീസ് സ്റ്റേഷന് അടുത്ത് നിന്ന് വരുന്നു. രാജാക്കാട് രാജാക്കാടാണോ? അതിനടുത്താണ്, പൂപ്പാറയാണ് സ്വദേശം, രാജാക്കാട്. അതാണ് രാജാക്കാട് പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത്. അതെ. അപ്പോൾ എന്തായാലും അഭിനന്ദനങ്ങൾ. ചെറിയൊരു നേട്ടമല്ല ഇത്. വളരെ അപൂർവം സംവിധായകർക്ക് മാത്രം നേടാൻ കഴിയുന്ന, പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ അപൂർവം സംവിധായകർക്ക് മാത്രം നേടാൻ കഴിയുന്ന ഒരു നേട്ടമാണ് ഇത്. അത് ആ നിലയ്ക്ക് തുടർച്ചയായി ഈ ഫ്രാഞ്ചൈസിയിലെ 3 സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായി മാറിയിരിക്കുന്നു. മാത്രമല്ല, ഞാൻ ആദ്യം തന്നെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിച്ചത്, ഈ നമ്മൾ കണ്ട കാര്യങ്ങൾക്കപ്പുറത്ത് കേട്ട കുറേ കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. അപ്പോൾ ഈ ആദ്യത്തെ 2 സിനിമകൾ വന്നപ്പോൾ പലർക്കും ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മോറൽ സ്റ്റാൻഡിനെ കുറിച്ചൊക്കെയുള്ള പല സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ദൃശ്യം 3 വരുമ്പോഴേക്ക് അതുകൂടി പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നു. എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ കാണുന്നത്? അല്ല, വിജയം ആക്ച്വലി ഞാൻ ഇങ്ങനെ ഇത്രയൊന്നും വിജയം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജോർജ് കുട്ടിയുടെ ബുദ്ധിയും ബ്രില്യൻസും അയാളുടെ സർവൈവൽ അത് മാത്രമല്ലാതെ ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ തുടക്കം തൊട്ട് ഇതിനൊരു ഫാമിലി ഡ്രാമയായിട്ടാണ് ട്രീറ്റ് ചെയ്ത് വന്നത്. പക്ഷേ അതിനകത്തൊരു ക്രൈമും ഇതൊക്കെ വന്നപ്പോഴത്തേക്കും അതിനകത്ത് അയാൾ ഒരു പ്രത്യേക രീതിയിൽ ഭയങ്കര റിഫ്ലെക്സ് ആക്ഷൻ ഉള്ളൊരു ക്യാരക്ടറാണ്. അയാളൊരു ഇൻ്റലിജൻസ് എന്ന് മാത്രം അല്ല അതിനെ വിശേഷിപ്പിക്കേണ്ട. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ പെട്ടെന്ന് മറികടക്കാനുള്ള ഒരു ഇത്. പക്ഷേ അതിനകത്ത് കുറച്ച് സർപ്രൈസ് എലമെൻറ്റ്സ് വന്നപ്പോൾ ട്വിസ്റ്റായി, ഇത് ത്രില്ലറായി. അപ്പോൾ അന്നോട്ട് എനിക്ക് അതൊരു സങ്കടമായിരുന്നു. ഒരു നല്ല സിനിമ അതിനെ വേറെ തലത്തിലേക്ക് വേറെ ജോണറിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞു ഇതിനൊരു ഒരു മൊറാലിറ്റിയുടെ ഒരു ഏരിയ ഉണ്ടല്ലോ. അപ്പം ഒരു ക്രൈം ചെയ്തിട്ട് ഒരാൾ രക്ഷപ്പെടുന്നു ഇങ്ങനെ പോകുന്നു. അപ്പോൾ നാളെ ഒരു 3 ആലോചിക്കുമ്പോൾ വീണ്ടും രക്ഷപ്പെടുന്ന അതല്ല, അതിനൊരു പുതുമയില്ല. അത് വീണ്ടും റെപ്പറ്റീഷൻ ആകും 1-ൻ്റെയും 2-ൻ്റെയും. അപ്പോൾ അതുകൊണ്ട് 2 എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ വളരെ വേഗമായിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് 2 കഴിഞ്ഞപ്പോൾ ലാൽ സാറ്, ഞങ്ങൾ അന്ന് OTT-ലായിരുന്നല്ലോ, ഞങ്ങൾ എൻ്റെ ഹോം തിയേറ്ററിലാണ് സിനിമ ഉണ്ട്. പുറത്തിറങ്ങി എന്നോട് വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ലാൽ സാർ എന്നോട് ഇങ്ങനെ ചോദിച്ചു, 3യുടെ എന്തെങ്കിലും സാധ്യത? ഞാൻ അതൊന്നും എനിക്കറിയില്ല സാറേ, 3 അവസാനിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കണം അവസാനിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. പക്ഷേ അത് ലാൽ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതൊരു ക്ലൈമാക്സിൻ്റെ തോട്ടാണ്, പക്ഷേ അതിലേക്ക് എത്താൻ ഒത്തിരി കടമ്പകളുണ്ട്. അപ്പോൾ അന്നേരമാണ് ഞാൻ ആലോചിച്ചത്, ഓക്കെ, ഇത്തവണ ജോർജ് കുട്ടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നത്. ഇപ്പോൾ സിനിമ കണ്ടപ്പം ഒത്തിരി മജോറിറ്റി ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നു. ഇപ്പം നമ്മൾ പറയുമ്പോൾ ഒരു സിനിമ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 പേര് കാണുമ്പോൾ അതിനകത്തൊരു 80% ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് സൂപ്പർ ഹിറ്റ് ഫിലിമായി. അപ്പോഴും അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവാം. കുറേ പേർക്ക് മോഹൻലാലിൻ്റെ മറ്റേ ആ ഒരു എന്താ പറയുക, ആ ഒരു ബുദ്ധിയും കളികളും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അവർക്ക് ചിലപ്പം എനിക്കറിയില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമ ചെയ്തു കഴിഞ്ഞപ്പം, ഇതിൻ്റെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു, ഓക്കെ, ചിലപ്പോൾ ഇത് ആൾക്കാർ തള്ളിക്കളയും ഈ സിനിമ. കാരണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ വരുമ്പോൾ ഓഡിയൻസിന് അതല്ല കിട്ടുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, ഈ സിനിമ ഒരു പ്രൊഡ്യൂസർക്ക് നാശമുണ്ടാക്കുമോ? കാരണം ഇതൊരു ചെറിയ കോസ്റ്റിൽ ചെയ്യുന്ന പടം, ഒരു മോഹൻലാൽ പടം, അദ്ദേഹത്തിൻ്റെ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്നു. എത്രയായാലും ദൃശ്യം 3 അല്ലേ, ഒന്ന് കണ്ടേക്കാമെന്ന് കുറച്ച് ആൾക്കാർ തിയേറ്ററിൽ വരും. അപ്പോൾ അത്യാവശ്യം മുടക്ക് മുതലെങ്കിലും തിരിച്ച് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇറങ്ങിയത്. പക്ഷേ ഒരു നല്ല സിനിമയാണെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കളക്ഷനും ഇപ്പോഴത്തെ പോക്കും കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിയിരിക്കുക. കാരണം എന്നാന്നറിയോ, എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ തിരിച്ച് 2013 കൊണ്ടുപോകുന്നുണ്ട്. കാരണം 2013 ദൃശ്യം 1 ഇറങ്ങിയപ്പം കിട്ടിയ കോളുകളും അതിനകത്ത് കുറേ ആൾക്കാർ വിളിച്ചും അല്ലാതെയൊക്കെ പറഞ്ഞ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. 14 വർഷം അല്ല 15 വർഷം കൂടി ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതാണ് 1-ൻ്റെ സമയത്ത്. ഇപ്പോൾ ഇതേപോലെ ഈയിടെ ഒരു വീഡിയോ വന്നു ഇൻസ്റ്റാഗ്രാമിൽ, ഒരു ഹൗസ് വൈഫ് 27 വർഷം കൂടി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. 1 പോലും കണ്ടിട്ടില്ല തിയേറ്ററിൽ.
അപ്പോൾ ഇത് കാണാൻ പോകുന്നു. അപ്പം എനിക്ക് ശരിക്കും ഒരു 1 ഇറങ്ങിയ സമയത്തേക്കാണ് ഞാൻ പോകുന്നത്. കാരണം 2 ആക്ച്വലി OTT-ലായതുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം. ഞാനതിന് പ്രേക്ഷകരോടാണ് നന്ദി പറയേണ്ടത്. കാരണം ഇങ്ങനെ ആൾക്കാർ അതിനെ എടുക്കും എന്ന് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചു. അത് മാത്രമല്ല, ഞങ്ങൾ ഈ 2013 മുതൽ ഞങ്ങളുടെയൊക്കെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ ഒരു അനുഭവം, തുടർച്ചയായി ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് വാർത്ത കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ തന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ടറെ വിളിച്ചിട്ട് ഇങ്ങനെ ഇത് ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് ഇങ്ങനെ എപ്പോഴും കൊടുക്കുന്നത് ശരിയാണോ, അത് ആ രീതിയിലാണോ വേണ്ടത്? അപ്പോൾ പറഞ്ഞത് ഇത് പോലീസുകാരങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പോലീസുകാർ തന്നെ ഇത് ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് പറയുന്നു, അതുകൊണ്ടാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആ ഈ കൊലപാതകങ്ങളുടെ ഒരു പാറ്റേണിനെ തന്നെ ആ നിലയ്ക്ക് വാർത്തകളിൽ പോലും അല്ലെങ്കിൽ പോലീസിൻ്റെ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ പോലും ആ നിലയ്ക്ക് ചേർത്ത് വെക്കാൻ ഈ സിനിമയുടെ പേരിന് കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ മാത്രമല്ല, ഇത് ഹിന്ദി പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭോപ്പാലിലോ എവിടെയോ ഒരു സംഭവം നടന്നപ്പം അവിടെയും പറഞ്ഞു ദൃശ്യം മോഡൽ. അതായത് ഇത്തരം കൊലപാതകങ്ങൾ മുമ്പേ ഉണ്ട്, പക്ഷെ ദൃശ്യം ഇറങ്ങിയതിന് ശേഷം ആ കൊലപാതകങ്ങൾക്ക് അങ്ങനെയാകുന്നത്. ഇതേപോലത്തെ കൊലപാതകങ്ങൾ മുമ്പോട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ച ചില രീതികൾ ചിലർ യൂസ് ചെയ്തിട്ടുണ്ട് രക്ഷപ്പെടാനായിട്ട്. പക്ഷെ സിനിമ വേറെ, ജീവിതം വേറെ. സിനിമയെ നമ്മളിതൊരു മേക്ക് ബിലീഫാണ്. സിനിമയെ കാണിക്കുന്ന പോലെ നമ്മൾ ജീവിതത്തിൽ കാണിച്ചാൽ വിവരം അറിയും. അപ്പം പക്ഷേ രസം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ആ മൊബൈൽ ലോറിയുടെ മുകളിലിട്ട് പിന്നീട് തുടർച്ചയായി. പക്ഷെ അത് എനിക്ക് ശരിക്കും അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയത് റിയൽ ലൈഫിൽ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ പത്രസമ്മേളനത്തിൽ നിന്ന് എനിക്ക് ഐഡിയ കിട്ടിയത്. കാരണം ഇവരിങ്ങനെ ഒരു കുറ്റവാളിനെ ട്രാക്ക്, അപ്പോൾ അവർ പറഞ്ഞു കോയമ്പത്തൂർ സേലം വഴി ഇങ്ങനെ പോവുകയാണെന്ന് ഞങ്ങളിങ്ങനെ മൊബൈൽ ട്രാക്ക് ഈ ടവർ വെച്ച് ട്രാക്ക് ചെയ്തപ്പോൾ ഞാൻ കിട്ടി. ചേർത്തു അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലേ. അപ്പം ഞാൻ അതിനെ വേറെ രീതിയിലങ്ങ് ഉപയോഗിച്ചു. അപ്പോൾ ഇതൊക്കെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അവസാനം വന്നു പിന്നെ എനിക്കത് ആദ്യമൊക്കെ എനിക്ക് വിഷമമായിരുന്നു. നമ്മളൊരു സിനിമ ചെയ്തിട്ട് അത് കാരണം ആൾക്കാർ അങ്ങനെ ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിലൊന്നും വലിയ കാര്യമില്ല. കാരണം കൊലപാതകങ്ങൾ അതിനൊക്കെ മുമ്പ് എത്രയോ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ആശങ്കപ്പെടുന്നത് ഇത് തന്നെ ജീത്തു തന്നെ ഇതിനെക്കുറിച്ച് മുമ്പ് കുറച്ചൊരു ആശങ്കയോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ദൃശ്യം മോഡൽ കൊലപാതകം എന്നുള്ളത്. അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നത് സെൻകുമാർ സാറ് പറഞ്ഞു ഇതൊരു നെഗറ്റീവ് ഇത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയാണ്. പക്ഷേ ഇതിനകത്തൊരു പോസിറ്റീവ് ആംഗിൾ ഉണ്ടായിരുന്നു. ഒരു പ്രശ്നം ഒരു പെൺകുട്ടി ഫേസ് ചെയ്തപ്പോൾ ആ പെൺകുട്ടി അത് തന്നെത്താൻ കൈകാര്യം ചെയ്ത പെട്ടെന്ന് അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ആംഗിളുകളുണ്ട്. പക്ഷേ അതൊന്നും ഇത് ചെയ്യാതെ ഇങ്ങനെയൊരു പ്രശ്നം പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമമായിരുന്നു. കാരണം സെൻകുമാർ സാറിനെ പോലത്തെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ പറയുന്നു, അപ്പം നമ്മളെന്തോ ഒരു സൊസൈറ്റിക്ക് ദോഷകരമായിട്ട് എന്തോ ചെയ്തുവെന്നോ. അപ്പോൾ അതൊക്കെ ആവാം. എന്നെ 3 വന്നപ്പം ഇതിന് വേറൊരു ഏരിയ ഉണ്ട്, ആ ഏരിയയും കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ഇത് ചെയ്യുന്നയാൾ പിന്നീട് അങ്ങോട്ട് ലൈഫിൽ അത്ര പ്രേക്ഷകനെ സംബന്ധിച്ചത് അതും ഒരു ട്വിസ്റ്റായി. അതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം 1 ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ആ ലേഡി സൈക്കോളജിസ്റ്റ് ആണോ, അത് പുള്ളിക്കാരുടെ സുഹൃത്ത് സൈക്കോളജിസ്റ്റ് ആണോ, ഞാൻ മറന്നുപോയി. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എനിക്ക് തോന്നുന്നു ഈ 70s എപ്പോഴോ നമ്മുടെ വണ്ടിപ്പെരിയാറോ ആ ഭാഗത്ത് എവിടെയോ ഇതുപോലെ ഒരാൾ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അയാൾക്കൊരു കാമുകി ഉണ്ടായിരുന്നു. അപ്പോൾ കാമുകി പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞ് എപ്പോഴോ വൈഫിനെ വീട്ടിൽ വിട്ടിട്ട് കാമുകിനെ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് കൊന്നു കളഞ്ഞു. എന്നിട്ട് ഇയാളുടെ വീടിൻ്റെ പരിസരത്ത് കുഴിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ ഒരു ലൈഫുണ്ട്, ഇയാളുടെ സ്വഭാവം മാറുന്നു, ഇയാൾ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ വൈഫ് ഇത് എന്ത് പറ്റി? അവസാനം ഇയാളൊരു മാനസിക വിഭ്രാന്തിയുടെ സ്ഥലത്തിലെത്തി. അങ്ങനെ ഇയാൾ കൊണ്ടുവന്നൊരു സൈക്കോളജിസ്റ്റിൻ്റെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തെത്തി. അങ്ങനെ കുറേ സെഷൻസ് കഴിഞ്ഞപ്പോൾ ഇയാൾ കൺഫ്യൂസ് ചെയ്തു. അങ്ങനെ പോലീസ് അയാളെ പിടിച്ചു. ആ ഒരു സാധനം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥയുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ 3ലേക്ക് ആ ഒരു സാധ്യതയിലേക്ക് കയറിയത്. പക്ഷേ അത് കുറച്ച് പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു ഓഡിയൻസ്, കാരണം ഫസ്റ്റ് സെക്കൻഡും ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര പ്രബുദ്ധരായ മലയാളി പ്രേക്ഷകരോട് ഭയങ്കര നന്ദിയും സ്നേഹവും കടപ്പാടും. കാരണം വെച്ചാൽ നമ്മളൊരു സിനിമ ചെയ്തപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കിയത് സ്വീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതെ, തീർച്ചയായും. പക്ഷേ ഈ സാധാരണ ആദ്യം ദൃശ്യം ഇറങ്ങിയപ്പോൾ മുതൽ 2013 മുതൽ നമ്മൾ കാണുന്നത്, ആ സമയം മുതൽ സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ടുകൂടിയാണ്. സിനിമ ഇറങ്ങിയ ഉടനെ തന്നെ ഇതിൻ്റെ അടുത്ത പാർട്ടിന് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ സ്പിന്നറിന് വേണ്ടിയിട്ടുള്ളതൊക്കെ സ്ക്രിപ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പലരും എഴുതിയിടാറുണ്ട്. അത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എനിക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന മാത്രമല്ല, എനിക്ക് ഒത്തിരി മെയിൽസ് വന്നു. ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 2013 ഡിസംബറിലാണ് റിലീസ് ചെയ്യുന്നത്. ഹിന്ദി ഇറങ്ങി 2015 ആയപ്പം വയാക്കോം ഹിന്ദി അവിടെ ചെയ്തത്. അപ്പോൾ വയാക്കോമിൽ ആരാണ്ടൊക്കെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടെന്ന് പറഞ്ഞാൽ കഥയായിട്ട് ചെല്ലുന്നു. അങ്ങനെയാണ് അവർ എന്നോട് പറഞ്ഞു, ആൻ്റണി പറഞ്ഞു ജിത്തു എന്ന് ആലോചിക്കുന്നത്. ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എൻ്റെ മെയിലിലേക്ക് വരാൻ തുടങ്ങി. അപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മെയിൽ ഇപ്പോൾ ഇതുപോലത്തെ ഒരു പ്രശ്നം ഇപ്പം വന്നിട്ടുണ്ട്.
ഒരു മെയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നോക്കിയാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് പിന്നെ നാളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ മേലാത്ത അവസ്ഥ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ദൃശ്യം 3 എന്ന് വരുന്നത് മുഴുവൻ, ദൃശ്യം 2ഉം 3 എന്ന് വരുന്ന മെയിലെല്ലാം അപ്പം തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മെയിലിട്ടിരുന്നു അതിനകത്ത് സാധനം ഇതിനകത്തുണ്ടെന്ന്. ഞാനെന്ത് ചെയ്യാനാ, ഞാനത് വായിക്കാറ് പോലുമില്ല, ഞാനത് അപ്പം തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ ആൾക്കാർ പല രീതിയിൽ അങ്ങനെ ചിന്തിച്ചു. ഞാൻ കോമൺ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു സമാനത ചിലപ്പോൾ വരാം. കാരണം ഞാൻ തന്നെ ഈ ഒരു കഥ വലിയ കാര്യത്തിന് ഡെവലപ്പ് ചെയ്ത് അതൊന്ന് ഒരു ഹാഫ് എത്തിയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരു മലയാള സിനിമ വന്നു ഈ സെയിം തോട്ട് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാം. പക്ഷേ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, എനിക്കൊരു കാര്യത്തിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിട്ടിരുന്നൊരു ഇതായിരുന്നു. കാരണം ഒരു ഫ്രാഞ്ചൈസിയുടെ 1 ഓക്കെ, 2 കുഴപ്പമില്ല, അതും ഓക്കെ, 3 വരുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇത് ഭയങ്കര റിസ്ക് എടുക്കുന്നു, എക്സ്പെക്റ്റേഷൻ അതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കളക്ഷനൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അല്ല, ഈ 3 വന്നതിന് ശേഷം സംഭവിക്കുന്ന കാര്യം എന്താണ്? അതിനൊരു സാധ്യത ഇനിയും തുടരാനുള്ള സാധ്യത അത് പ്രേക്ഷകർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് അപ്പോൾ ആ സാധ്യത ഇനിയും ഉണ്ടോ? അല്ല, അതേ പറഞ്ഞ അതിനകത്തൊരു ചെറിയ ഒരു തമാശയുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെ ഒരു സാധ്യത ഇട്ടത്, ഞാൻ ആക്ച്വലി അത് സിനിമ ഡയറക്ടർ കാർഡിന് മുമ്പ് ഇടാനാണ് പ്ലാൻ ചെയ്തിരുന്നത്, ഒരു കണ്ടിന്യൂഷൻ പോലെ. പിന്നീടാണ് നമുക്കത് ചുമ്മാ ഡയറക്ടർ കാർഡ് കഴിഞ്ഞിട്ട് ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇടാം എന്നൊരു തോട്ട് വന്നത്. അതിങ്ങനെ ഒരു ഡിസ്കഷനിൽ വന്നതാണ്. ബേസിക്കലി അതിൻ്റെ ഒരു ഐഡിയ ലാൽ സാർ തന്നെയാണ് പറഞ്ഞത്. ശരിക്കും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമ കണ്ടവർക്കറിയാം, എനിക്ക് കൂടുതൽ കാണാത്തവർക്ക് പറയാമല്ലോ. ഈ സിനിമ അവസാനിച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ ആ വ്യക്തിയുടെ സ്ഥിതി എന്താണ്, മാനസികാവസ്ഥ എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. ഇത്രയും സംഭവവാസങ്ങൾ ഇവിടെ ഉണ്ടായി, അതിൻ്റെ അവിടുത്തെ റെസ്പോൺസ് എന്താണ്, അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ റെസ്പോൺസും അവിടെ ഒരു പോസിറ്റീവ്, ഒരു വ്യക്തി എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു ആ വ്യക്തിക്ക് മറ്റേ ആളിൽ നിന്നൊരു പോസിറ്റീവ് ഇത് വന്നു, അറ്റ് ദ സെയിം ടൈം ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കമ്മ്യൂണിക്കേറ്റഡായി എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സാധനം. അതങ്ങനെയങ്ങ് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ പ്ലേസ്മെൻ്റ് എടുത്തിടുമ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ നാളെ ഒരു 4 ഉണ്ടായാൽ നമുക്കിതിനൊരു ലീഡായിട്ട് വെക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരിതാണ്. അതുകൊണ്ട് 4th പാർട്ട് ഉണ്ടാകുമെന്നൊന്നും ഞാൻ പറയില്ല, ഞാനങ്ങനെ നമുക്ക് അങ്ങനെ ഒരു 4th പാർട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്തെന്നൊന്നും പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതിനെ മോഹൻലാൽ എങ്ങനെയാണ് ഈ 3ാം ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ഇതിനെ സ്വീകരിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് ഈ 2013 ശേഷം ഇങ്ങോട്ട് നടൻ എന്ന നിലയിലും അല്ലാതെയും ഒക്കെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമായിരുന്നോ? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോഴും 2013 അദ്ദേഹത്തിനൊരു ഒരു സ്റ്റാർ പരിവേഷമുണ്ട്, ഒരു അദ്ദേഹത്തിന് ഒരു താരാരാധനയുണ്ട് ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അല്ല ഞാൻ ദൃശ്യത്തിലേക്ക് പ്ലേസ് ചെയ്തത്. അല്ല, മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഇതിനെയല്ല, ആ നടനെ, താരത്തെയല്ല, നടനെയാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് ദൃശ്യം 1 തന്നെ ഒത്തിരി പേർക്കുണ്ടായിരുന്നു തിരിച്ച് സഹദേവൻ്റെ ഒരു അടി കൊടുക്കണം. ഞാൻ പറഞ്ഞു ഒരിക്കലും ആ ക്യാരക്ടറിന് തല്ലാൻ പറ്റത്തില്ല, കാരണം അയാൾക്കറിയാം ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. സഹദേവന് അയാൾക്കൊരു ഗൂഢ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും അയാൾ കറക്റ്റായിട്ട് അയാളുടെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും തിരിച്ചു ചെല്ലാൻ പറ്റത്തില്ല. ലാൽ സാറിനും അത് ഓക്കെ ആയിരുന്നു, പക്ഷെ വേറെ ചിലർക്ക് ഒന്ന് തിരിച്ചു ചെല്ലണം. അപ്പോൾ അത് താരത്തിൻ്റെ ഇതാണ്. അപ്പം നമ്മൾ അങ്ങനെയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ 2 വന്നപ്പോഴും 3 വന്നപ്പോഴും ഒക്കെ നമുക്ക് പിന്നെ എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് ഏത് ഇമോഷനും ഏത് മാനസികാവസ്ഥയും നമുക്ക് ധൈര്യമായിട്ട് പേപ്പറിൽ എഴുതി വയ്ക്കാം. കാരണം അതവിടെ സേഫാന്ന് നമുക്കറിയാം. ഇതിനകത്താണേലും അങ്ങനത്തെ ഒത്തിരി മുഹൂർത്തങ്ങൾ തുടക്കം തൊട്ടപ്പോൾ ലാൽ സാർ ഇത് വായിച്ചു, സ്ക്രിപ്റ്റ് വായിക്കുമല്ലോ, വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഇതുണ്ടായിട്ടുണ്ടാകും. കാരണം അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇടയ്ക്കൊന്നും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന സീൻ വരുമ്പോൾ ഒക്കെ ഇത്ര ഇതിൽ നിന്ന് വന്ന് ഞാനിപ്പോൾ ഈ മാനസികാവസ്ഥയിലാണ് എന്ന് എന്തെങ്കിലും സംശയം ഉണ്ട് അദ്ദേഹം എന്നോട് ചോദിക്കും. അപ്പോൾ അത് മനോഹരമായിട്ട് അദ്ദേഹം അത് പെർഫോം ചെയ്ത് ഇങ്ങ് തരികയാണ്. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടനിൽ അത് ജോർജ് കുട്ടി എന്നും സേഫായിരുന്നു. സേഫൊന്നും അല്ലത്രയല്ല, നമ്മൾ എഴുതിയതിൻ്റെ മുകളിലേക്കാണ് ലാൽ സാർ തന്നത്. തീർച്ചയായും. ഇപ്പോൾ ഈ സാധാരണ ദൃശ്യം ആയിരിക്കും, മറ്റ് സിനിമകൾക്ക് അപ്പുറത്ത് ജിത്തു ജോസഫ് എന്ന ദൃശ്യം വരുന്നുണ്ടെങ്കിൽ അത് ലോകത്തെ പല ഭാഷകളിലും അപ്പോൾ മൊത്തത്തിലൊരു ഉണർവുണ്ടാകും എന്ന് പറയും. അതായത് ഇപ്പോൾ ഹിന്ദിയിൽ, ഇതിനൊപ്പം തന്നെയാണ് ഹിന്ദിയിലും സിനിമ ഉടനെ റിലീസാവാൻ പോവുകയാണ്. പല ഭാഷകളിലും ഇതേ ഒരു ദൃശ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലോകത്ത് പലയിടത്തും പലതായി പുനർജനിക്കാൻ പോകുന്നു എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു ഇളക്കം
അത് ഈ സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ അത് ബാധിക്കാറുണ്ടോ? കാരണം മറ്റ് പലർക്കും ഇത് ആവശ്യമുണ്ടല്ലോ. അവിടെയാണ് നല്ല ചോദ്യം. എനിക്ക് അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ 3 ഇങ്ങനെ ചെയ്യരുതായിരുന്നു. കാരണം ഞാൻ അത് നോക്കിയിട്ടില്ല. കാരണം ഈ 3 പല ലാംഗ്വേജിലേക്കും ചെന്നപ്പം അവർക്ക് വൈമുഖ്യമുണ്ട് ഇത് ചെയ്യാൻ. ഹിന്ദിയിൽ പോലും അവർ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണ്. കാരണം അവർക്ക് ഇത് അവിടെ വർക്കാവില്ലെന്ന് അവരുടെ ഫീലിംഗ്. കാരണം നമ്മളിപ്പോൾ പിടിച്ച രീതി, കാരണം അവിടെയും ഇതുപോലത്തെ താരാരാധനയുണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കണം സിനിമ പോകുന്നത് എന്ന് അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതിന് മുൻപ് റീമേക്ക് ചെയ്ത ലാംഗ്വേജിലേക്ക് ചെല്ലുമ്പോൾ അവരൊക്കെ പറയുന്നത് മലയാളത്തിൽ ഇത് ഓക്കെ ആയിരിക്കും, പക്ഷേ ഞങ്ങളുടെ ലാംഗ്വേജിൽ ഇത് വർക്കാവില്ല, അല്ലെങ്കിൽ ഇത് മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുന്ന രീതിയിലാണ്. അപ്പം ഞാൻ അവിടെയും കൂടെ വർക്കാകുന്ന രീതിയിൽ അങ്ങനെ ഒരു ഇതിൽ ആലോചിച്ചായിരുന്നു ഞാൻ ഈ രീതിയിൽ എനിക്ക് ഈ സിനിമ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ആലോചിച്ചില്ല. റീമേക്കിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ദൃശ്യം ഇതൊരു മലയാള സിനിമയാണ്. മലയാള സിനിമയുടെ സെക്കൻഡ് ചെയ്തു, മലയാള സിനിമയുടെ തേർഡ് ചെയ്യുന്നു. എൻ്റെ ലക്ഷ്യം മലയാളി ഓഡിയൻസാണ്. അതിന് പുറത്തേക്കുള്ള മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. അത് ഞാൻ ശ്രമിച്ചിട്ടുമില്ല. അതെ. അപ്പോൾ സ്വാഭാവികമായും ഹിന്ദിയാണ് ഇപ്പോൾ തൊട്ടടുത്ത് റിലീസാകാൻ പോകുന്നത്. അത് വേറൊരു ദൃശ്യം തന്നെയായിരിക്കും. അത് ബേസിക് ഇത് പ്ലോട്ടും അല്ലെ ബേസിക് ഇത് തന്നെയാണ്. പക്ഷേ അതിനകത്ത് അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇതിങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തിയേക്കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവർ റൈറ്റ് മേടിക്കുന്നതിന് മുമ്പ് അത് നമ്മളോട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് റൈറ്റ് മേടിച്ചിട്ട് അവർക്ക് എങ്ങനെ വേണേലും മാറ്റാം, അത് അവരുടെ ചോയ്സാണ്. പക്ഷേ അവർ പറഞ്ഞു, ജിത്തു ഇങ്ങനെയാണ്, ആ ഒരു റെസ്പെക്റ്റ് തന്നുകൊണ്ട് അവർ ഞാൻ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എനിക്കറിയാം എന്താണ് ദൃശ്യം 3 എന്ന്, ഹിന്ദി ദൃശ്യം 3 എന്ന്. അപ്പോൾ അത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ വെരി ഗുഡ്, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്തു, അതിനകത്ത് നമുക്ക് പ്രശ്നങ്ങളൊന്നും. ഈ വേറൊരു വിഭാഗത്തെ നമ്മൾ കണ്ടത്, ഇപ്പോൾ വിമർശകർ സ്വാഭാവികമായും ഉണ്ടാകും. ഇത്തരം ഒരു സിനിമയൊക്കെ വരുമ്പോൾ അതിന് പലതരത്തിലുള്ള വിമർശകരുണ്ടാകും. പക്ഷേ ദൃശ്യം ഹേറ്റേഴ്സ് എന്നുള്ള ഒരു വിഭാഗമായി തന്നെ കുറച്ച് പേരെ അങ്ങനെയും നമുക്ക് സമാന്തരമായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർക്ക് അത് കണക്റ്റ് ആവാത്തത് എന്ന് തോന്നിയിട്ടുണ്ടോ? അതിനകത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ ഇത് ഫുള്ള് അറിയില്ല. ഇതിനകത്ത് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉള്ളവർക്ക് പല കാരണങ്ങളാണ്. ചിലർക്ക് ഈ പാറ്റേൺ ഓഫ് സിനിമ താല്പര്യമില്ല. ഇപ്പം നമ്മൾ ഈ സിനിമ എടുക്കുന്ന രീതിയോട്, ഇതൊരു ഫാമിലി ഡ്രാമയാണ്, അപ്പം നമ്മളതിൻ്റെ എടുക്കേണ്ട രീതി, അതേസമയം ഒരു ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും നല്ല ത്രില്ലും അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസിന് ഈ സിനിമ വർക്കാവത്തില്ല. അത് ഉണ്ട്. പിന്നെ അത് ജെന്യുവിനായിട്ടുള്ള അവരുടെ പ്രശ്നമാണ്. പിന്നെ ജെന്യുവിൻ അല്ലാത്ത ഹെയ്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അവരുടെ പ്രശ്നം എന്താണെന്ന് അത് അവരോട് തന്നെ ചോദിക്കണം. എനിക്കറിയില്ല, അത് അവരോട് തന്നെ ചോദിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ഏത് സിനിമ ചെയ്യുമ്പോഴും എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നൊരു ബാഗേജ് ഉണ്ട്. ഇപ്പോൾ പണ്ട് ജുറാസിക് പാർക്കും ആ സിനിമയെല്ലാം കണ്ട് ഇങ്ങനെ സ്പീൽബർഗിൻ്റെ ഈ പടങ്ങളൊക്കെ കണ്ട് ചെയ്തിട്ട് അദ്ദേഹം ടെർമിനൽ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. ഞാനിങ്ങനെ വന്നിട്ട് പെട്ടെന്ന് എന്നെ ആദ്യം എന്നിലെ ഒരു സാധാരണ പ്രേക്ഷകനാണ് എന്നെ ചെയ്തത്. അപ്പോൾ ഞാനത് ജുറാസിക് പാർക്ക് പോലെയൊന്നും ആ ഒരു പെട്ടെന്ന് ഇത് ആ സിനിമയല്ലല്ലോ, ഇത് ടോട്ടലി അദ്ദേഹം വേറൊരു സിനിമയല്ലേ ചെയ്തത്. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെയല്ലേ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, കാരണം അത് എന്നിലെ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒരു പ്രേക്ഷകൻ വന്ന് ഫസ്റ്റും സെക്കൻഡും കണ്ടിട്ട് അവർ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും ആ ഒരു കൈൻഡ് ഓഫ് ട്വിസ്റ്റ് വേണം, മറ്റേത് വേണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കം തൊട്ട് തന്നെ പ്രൊമോഷൻ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഇത് പടം നിരാശയായിരിക്കും. ഇത് ഇമോഷണലാണ് കുറച്ചുകൂടെ ജോർജ് കുട്ടിയുടെ അങ്ങനത്തെ. എന്ന് കരുതി ഇതിനകത്ത് സർപ്രൈസ് എലമെൻറ്റ്സ് ഇല്ലെന്നല്ല, ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ ഒളിച്ചു വെച്ചു, കള്ളത്തരം പറഞ്ഞു. പിന്നെ എനിക്കിത് വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? വിളിച്ചു പറയാം. നിങ്ങൾ തിയേറ്ററിൽ വരുമ്പോൾ താങ്കളടക്കം അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പടം ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചില ഒളിച്ചുകളികൾ നടത്തിയിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ വേറെ ഇതിനകത്തൊന്നുമില്ല. പിന്നെ ഈ ആൾക്കാർക്ക് എതിരഭിപ്രായം ഞാനത് എപ്പോഴും വെൽക്കം ചെയ്യുന്നതാണ്. എല്ലാവർക്കും 100 പേര് സിനിമ കാണുമ്പോൾ 100 ആംഗിളുകളിൽ അവരതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇറ്റ്സ് ഫൈൻ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പിന്നെ ചിലർ വിമർശിക്കുന്നുണ്ട്. കൺസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനം ഞാൻ സ്വീകരിക്കും. പിന്നെ കുറ്റം പറയാനായിട്ട് പറയുന്നവർ എനിക്കറിയാം, ഞാനത് മൈൻഡ് ചെയ്യാറില്ല. അത് പിന്നെ ഏത് ഫീൽഡിലായാലും, നിങ്ങളുടെ ഫീൽഡിലില്ലേ അതുകൊണ്ട്. ഈ ശരിക്കും ജിത്തു ജോസഫ് എന്ന പ്രേക്ഷകൻ ഏത് തരം പ്രേക്ഷകനാണ്? അങ്ങനെയാണ് ഞാൻ അവിടെയാണ് ഞാനൊരു ബേസിക് പ്രേക്ഷകനാണ്. എനിക്ക് ഒരുമാതിരി ഒരു സിനിമ ഓക്കെ ആണെങ്കിൽ എനിക്ക് മീൻസ് എന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ പടം എന്നെ ഒന്ന് ഇമോഷണലി ടച്ച് ചെയ്തു, എക്സൈറ്റ് ചെയ്യിച്ചു. എനിക്ക് ആ പടം ഓക്കെയാണ്. അല്ലാതെ അതിൻ്റെ ഫോട്ടോഗ്രാഫിയുടെ അവിടെ അതിൻ്റെ എഡിറ്റിങ്ങിൽ ഇവിടെ ഇങ്ങനെ ഞാൻ അങ്ങനെ കാണുന്ന ഒരാളെ അല്ല. കാരണം ഇവിടെ തന്നെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ, സെക്കൻഡ് ഹാഫ് ഇങ്ങനെ, അത് നമ്മുടെ സിനിമ കൾച്ചറിൻ്റെ ഭാഗമാണ്. ശരിക്കും അതിനെ ടോട്ടാലിറ്റിയിലാണ് കാണേണ്ടതെന്നുള്ളതാണ് എൻ്റെ ആംഗിളാകട്ടോ ഞാൻ പറയുന്നത്, എൻ്റെ ആംഗിൾ. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെയാണ്, സെക്കൻഡ് ഹാഫിൽ ഞാൻ അങ്ങനെ തരം ചെയ്താണല്ലോ. ടോട്ടാലിറ്റിയിലെ പടം എന്നെ എക്സൈറ്റ് ചെയ്യിച്ചു. ഇപ്പോൾ ഇവിടെ തന്നെ പലരും റിവ്യൂ ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽഡായിട്ടും അങ്ങനെ റിവ്യൂ ചെയ്യുന്നു, അതൊക്കെ അവരവരുടെ ചോയ്സ്. പക്ഷേ ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, ഒരു തുടക്കക്കാരൻ വരുമ്പോൾ ഞാൻ കഴിയുന്നതും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അയാൾ ഒരു പുതുമുഖ സംവിധായകൻ ആ ഒരു പടം സംവിധാനത്തിലേക്ക്
ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. അയാൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നതെന്നറിയോ. അതിനകത്ത് ഒത്തിരി തടസ്സങ്ങളുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം കഴിഞ്ഞ് അവനൊരു സ്വപ്നം കണ്ടൊരു പ്രൊജക്റ്റിന് പ്രൊഡ്യൂസറും വന്നു, ആക്ടറും വന്നു. ഇത് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറും വരും, ഇത്രയും ബഡ്ജറ്റ് പറ്റത്തില്ല, കുറയ്ക്കണം. അപ്പോൾ അവൻ പ്ലാൻ ചെയ്ത് വെച്ചതും കട്ട് ചെയ്ത് കുറച്ച് അങ്ങനത്തെ ഒരു ഇതിലുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു തുടക്കക്കാരൻ വരുമ്പോൾ ഞാനെപ്പോഴും നമ്മൾ ഒരു എന്താ പറയുക, ഒരു വിമർശനാത്മകം ആയിട്ടുള്ള ഒരു ഇതിലല്ല എന്നെ കാണുന്നത്. അതിൻ്റെ ഏതൊക്കെ പോസിറ്റീവ്സ് ഉണ്ടോ അത് കണ്ട് എൻകറേജ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. എനിക്ക് പേഴ്സണലി റിവ്യൂസിനോടുള്ളൊരു അപേക്ഷ അതാണ്, തുടക്കക്കാരെ ഒന്ന് ഇച്ചിരി മയപ്പെടുത്തി വിടണം. കാരണം എനിക്കത് അതിൻ്റെ ഒരു വിഷമം നമുക്ക് പലരിൽ നിന്ന് സംസാരിച്ചോ മനസ്സിലായിരുന്നു. എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളവരെ അടിച്ച് വരത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ തുടക്കക്കാരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഒത്തിരി മിടുക്കന്മാരായിട്ടുള്ള ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി വരണം. അപ്പോൾ ആദ്യം ഒന്ന് സഹായിച്ച് ഹെൽപ്പ് ചെയ്ത് വിട്ടാൽ അവർ ഇമ്പ്രൂവ് ചെയ്യും. ഡെഫിനറ്റ്ലി അവർ ഇമ്പ്രൂവ് ചെയ്യും. സാധാരണ ഇപ്പോൾ മലയാള സിനിമയുടെ കാര്യം പറഞ്ഞത്, മലയാളത്തിലെ പല സംവിധായകരോട് അല്ലെങ്കിൽ സിനിമയെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവർ റൈറ്റേഴ്സ് പ്രത്യേകിച്ച് അവർ ഈ സിനിമയിലേക്ക് അങ്ങ് പോകുമ്പോൾ തന്നെ അവർ ഒരു പാചകത്തിന് വേണ്ടിയിട്ട് സംഗതികൾ എടുത്തു വെച്ചിട്ട് തുടങ്ങുന്ന മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. പലപ്പോഴും ഇത്ര ഇമോഷൻ, ഇത്ര ഡ്രാമ, ഇത്ര ആക്ഷൻ, ഇത്ര കോമഡി എന്നുള്ളൊരു അളവ് ആദ്യം എടുത്തു വെക്കുന്ന രീതി നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. ഈ ജീത്തു എന്ന റൈറ്റർ എങ്ങനെയാണ് അങ്ങനെ ഒരു ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഇത്ര വേണം എന്ന് തീരുമാനിച്ചിട്ടാണോ ആ എഴുത്തിലേക്ക് കിടക്കുക? എനിക്ക് അവിടെ ഒരു ചെറിയൊരു അഭിപ്രായം ഉണ്ട്. അത് കുറച്ചുകൂടെ പണ്ടായിരുന്നു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സോങ് വേണം. ഇപ്പം ഞാൻ ഡിറ്റക്റ്റീവ് ചെയ്യുമ്പോൾ 3 ഫൈറ്റ് വേണം. ആ സിനിമയ്ക്കകത്ത് ഫൈറ്റിനെ സ്പേസ് ഇല്ല. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു. കാരണം പ്രൊഡ്യൂസറോട് തിയേറ്ററുകാർ ഡിസ്ട്രിബ്യൂട്ടറോട് പറഞ്ഞു, ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസറോട് പറഞ്ഞു 3 ഫൈറ്റ് വേണം. അവസാനം ഞാൻ പ്രൊഡ്യൂസറുമായിട്ട് പറഞ്ഞു അവസാനം പ്രൊഡ്യൂസർ എന്നോട് ഞാൻ പറഞ്ഞു ഒരെണ്ണം ചെയ്യാൻ. അതിലെല്ലാം വൃത്തിയായിട്ട് ഫൈറ്റ് വരുന്നു. അത് ആ പടത്തിനകത്ത് ഒത്തിരി സിങ്കാകുന്നില്ല. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. കഥയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം നമ്മുടെ മലയാളത്തിലിറങ്ങിയ പല സിനിമകളും വളരെ പരീക്ഷണ ശ്രമങ്ങളൊക്കെ ഒത്തിരി നടക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും എപ്പോഴും ഒരു ഫിലിം മേക്കർ എന്നുള്ള, ഇപ്പം ഞാൻ സിനിമ ചെയ്തു വന്ന എൻ്റെ സിനിമകളിൽ നിന്ന് ഞാൻ ചില പാഠം ഉൾക്കൊണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇമോഷണലി കണക്റ്റ് ആകുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു സിനിമയ്ക്കൊരു സ്വീകാര്യതയുണ്ട്. അല്ലെങ്കിൽ വിഷ്വലി നമ്മളെ വേറെ തലത്തിലേക്ക് എത്തിക്കുന്ന, എക്സൈറ്റ് ചെയ്യിക്കുന്ന അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകണം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പം ചിലപ്പോൾ അതൊരു സ്ക്രിപ്റ്റിനകത്തെ ഗിമ്മിക്സ് കൊണ്ടത് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ചിലപ്പം മേക്കിങ്ങിൽ ഷോട്ടുകളിലൂടെയും മ്യൂസിക്കിലൂടെയും വേറൊരു മേക്കിങ്ങിലൂടെയും നമുക്കത് ചെയ്യാം. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അപ്പം ഞാനെപ്പോഴും കുറച്ചുകൂടെ ഒരു സിനിമയുടെ ബാക്ക് ബോൺ സ്ക്രിപ്റ്റിംഗ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് അതാണ് അടിത്തറ. ആ അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ സ്ക്രിപ്റ്റിലാണ്. അപ്പോൾ എഴുതാനിരിക്കുമ്പോൾ ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, പണ്ട് ഞാൻ എൻ്റെ തുടക്ക സമയത്ത് വേറൊരു സബ്ജക്റ്റിന് വേണ്ടി ഞാൻ ഡെന്നിസ് ജോസഫ് സാറുമായിട്ട് ഡിസ്കഷൻ കുറേ ഒരു 1.5 മാസത്തോളം ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നിലും ആണി അടിക്കരുത്, ഒട്ടിക്കുകയേ ചെയ്യാവുള്ളൂ. കാരണം എപ്പോൾ വേണേലും അത് ഊരിയെടുക്കാൻ പറ്റണം. അപ്പം ഞാനെപ്പോഴും അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്ത് വെച്ചിട്ട്, ഇപ്പം ദൃശ്യത്തിൻ്റെ 3യുടെ സ്ക്രീൻ പ്ലേ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാനൊരു യൂറോപ്യൻ ട്രിപ്പ് നടത്തുമ്പോഴാണ്. ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് ദുബായ് വഴി പാരീസിന് പോകുമ്പോൾ ആ ഫ്ലൈറ്റിൽ ഇരുന്നൊക്കെ എഴുതി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ജർമ്മനി അങ്ങനെ കുറേ കറങ്ങി ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ആംസ്റ്റർഡാം ടു ദുബായ് തിരിച്ച് വരുന്ന സമയത്താണ് എൻ്റെ സ്ക്രീൻ പ്ലേയുടെ ഫ്ലൈറ്റേ ഇരുന്നിട്ടാണ് സ്ക്രീൻ പ്ലേയുടെ തീരുന്നത്. സ്ക്രീൻ പ്ലേ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഫുൾ സ്ക്രിപ്റ്റ്, ഡയലോഗുള്ളതല്ല. ആ സ്ക്രീൻ പ്ലേ വെച്ചിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. പക്ഷേ ആ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ഒരു പോയിന്റിൽ ചില ഏരിയയിൽ ഞാൻ എൻ്റെ പ്രസൻറ്റ് സ്ക്രീൻ പ്ലേയിൽ നിന്ന് മാറി സഞ്ചരിച്ചിട്ടുണ്ട്. അതെന്നാൽ ചിലപ്പോൾ എഴുതി വരുമ്പോൾ ചിലപ്പം പുതിയ ആശയങ്ങൾ വരും, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇത് വരും. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു ഇമോഷൻ, ഇതിൻ്റെ ഒരു സീൻ ഓർഡറാണ് അതിൻ്റെ ഒരു ഫ്ലോ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ. അപ്പം ഫസ്റ്റ് ഹാഫിൽ എനിക്കറിയാം അതൊരു ഫാമിലിയും കുറച്ച് എന്താ പറയുക സ്ലോ പേസിൽ അവിടുന്ന് അതിനെ ദൃശ്യം ഫുൾ അങ്ങനെയാണ്, ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും തന്നെ. അപ്പോൾ ആ ഫോർമാറ്റിൽ തന്നെയാണ് ഞാൻ ട്രാവൽ ചെയ്തത്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് ഇമോഷൻ, അതിൻ്റെ കൂടെ ആൾക്കാരെ എങ്ങനെ ഇതിലേക്ക് നമ്മൾ ഇമോഷണലിയും അല്ലാതെ എക്സൈറ്റ് ചെയ്യിക്കാനുള്ള എന്തൊക്കെ ഇതിനകത്ത് കൊണ്ടുവരണം എന്നിങ്ങനെ നമ്മൾ പല തോട്ടുകളിലൂടെ പോകുന്നു. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ വിജയം അതിലാണെന്ന്. ഈ സ്ക്രിപ്റ്റ് ഞാൻ കുറേ പേർക്ക് വായിക്കാൻ കൊടുക്കും. ഉണ്ട്, ഞങ്ങൾക്കൊരു ടീമുണ്ട് 10-20 പേരുടെ. അത് ഇരുന്നിട്ട് പിന്നെ ആ വായിച്ചിട്ട് അവർ ഫ്രാങ്ക് ആയിട്ട് എൻ്റെ അസിസ്റ്റൻസ് ഇതിൻ്റെ ഒരു രഹസ്യാത്മകത സൂക്ഷിക്കണം അല്ല, ഞങ്ങളുടെ കൂടെയുള്ളവരാണ്. എന്നിട്ട് അവരോട് പറയുന്നത്
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുടക്കം തന്നെ ആദ്യം എൻ്റെ വൈഫും പിള്ളേരുമാണ് വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കൂടെയുള്ള ആൾക്കാർ അവർ വായിച്ചിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൽ നിന്നൊരു ഫീൽ. അതിനകത്ത് ചിലത് ഞാൻ കോൺഫിഡൻ്റ് ആയിരിക്കും, ഞാൻ പറഞ്ഞില്ല അത് കുഴപ്പം വരില്ല. ചിലത് ഞാൻ ചിന്തിക്കാത്ത തലത്തിൽ അവർ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് വർക്കിലേക്ക്. അപ്പോൾ എന്തായാലും ഒരു ദൃശ്യം 4 എന്നുള്ളത് ഇല്ല എന്ന് നമുക്ക് ഈ സമയത്ത് ഉറപ്പിക്കാൻ എനിക്കറിയില്ല. അതാണ് എനിക്കറിയില്ല. കാരണം വെച്ചാൽ സംഭവിക്കാൻ വേണമെങ്കിൽ അല്ല, ഞാൻ 2 വിചാരിച്ചിട്ടില്ല. 3യുടെ ഒരു ക്ലൈമാക്സ് ഉണ്ടായിരുന്നു അന്നേരം. പക്ഷെ അതെങ്ങനെ അവിടേക്ക് എത്തിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ഇപ്പോൾ ആൻ്റണി എല്ലാം പറഞ്ഞു അണ്ണാ 4. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അണ്ണാ, ഞാൻ നോക്കാം, എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഒരു 4 ചെയ്യാൻ വേണ്ടി ചെയ്യണ്ടല്ലോ, ഒരു നല്ലൊരു സംഭവിച്ചാൽ സംഭവിക്കട്ടെ. സ്പിന്നറിന് വേണ്ടിയിട്ടുള്ള പല കഥകളും ഇതിനിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി ആളുകൾ ഇതിലെ പല ക്യാരക്ടേഴ്സിനെയും പല വഴിക്ക് വളർത്തുന്നുണ്ട്. അങ്ങനെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാനാണ് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനിതിനൊരു ട്രിളജി, അതിനൊരു 2 ഏരിയ ചെയ്തു. അതിനവസാനം അതിൻ്റെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ഒരു മാനസികാവസ്ഥയെ കൂടെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോഴേ അതിനൊരു പൂർണ്ണത വരുള്ളൂ എന്ന് വിശ്വസിച്ചു. ദൃശ്യം മലയാള സിനിമയിലെ ഒരു ചരിത്രമായി തന്നെ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾക്കുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ ദൃശ്യം 3യിൽ ഞങ്ങളുടെ ചാനൽ അഭിനയിച്ചു എന്നുള്ളതാണ്. ന്യൂസ് മലയാളം അതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചും ഞങ്ങളോട് ചിലരൊക്കെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചില നെഗറ്റീവ് ഷെയ്ഡിലാണല്ലോ ആ സാധനം പോകുന്നത്, അത് ശരിയാണോ? അങ്ങനെ അത് ഫിക്ഷനാണല്ലോ, അല്ല ഒരു ചാനലിലെ മാധ്യമ പ്രവർത്തക അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നു എന്നത് ശരിയാണോ? അല്ല, അത് ഞാൻ ചോദിക്കും. ഇപ്പം നിങ്ങളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്, എനിക്ക് അതിനകത്തൊരു അഭിപ്രായം, അവരെന്താ അങ്ങനെ പറയുന്നത്, നമ്മൾ മോശമായിട്ടൊന്നുമില്ല, ഒരു സത്യം സത്യം കണ്ടെത്താനായിട്ടൊരു മീഡിയ വ്യക്തി ഇറങ്ങുന്നു. പക്ഷെ ആ വ്യക്തിക്കൊരു ഗൂഢലക്ഷ്യമുണ്ട്. അത് ചാനലിനറിയാമോ? അറിയത്തില്ല. മനസ്സിലായി? അതാ ഞാൻ ചിന്തിച്ചത്. കാരണം നിങ്ങളോട് വന്ന് പെർമിഷൻ ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ദോഷം ഉണ്ടായിരുന്നെന്ന് എനിക്കും അറിയാം. അപ്പോഴത് ആ വ്യക്തിയിലാണ് പ്രോബ്ലം. കാരണം ഇത് തന്നെയായിരുന്നു സഹദേവന് ലക്ഷ്യം. പുള്ളി ഇതൊക്കെ കറക്റ്റാണ്, പക്ഷെ ഉള്ളിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ട്. ഇത് തന്നെയാണ് മകളുടെ ക്യാരക്ടറിലും വരുന്നത്. അല്ല, ആത്യന്തികമായ ഒരു ക്രൈം അന്വേഷിച്ചുള്ള യാത്രയാണത്. അതിന്റെ സത്യം കണ്ടെത്തുക. അതിന്റെ ആ മറുഭാഗത്ത് നിന്നതിനെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു തലം കൂടിയുണ്ട്. അത് മാത്രമല്ല, ആ തലത്തോട് നീതി പുലർത്തിയിട്ടുണ്ട് ഈ ദൃശ്യം 3 എന്നതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരു കാര്യം പറയാം, അല്ലാതെ ഇപ്പൊ ഇവിടെ പല ചാനലിലും അല്ലാതെ തന്നെ പല പേരുദോഷങ്ങൾ കിട്ടുന്നുണ്ട്. ആ ലെവലിലേക്ക് എന്തായാലും തിരിച്ചിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല. ഇല്ല, അത് മാത്രമല്ല അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞല്ലോ നമുക്ക്. നമ്മളെയും അവിടെ അടയാളപ്പെടുത്തി തന്നെയാണ് പോകുന്നത്, അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനൊരു അവസരം തന്ന് നമുക്ക് ഒത്തിരി ഗുണമായി. കാരണം വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചൊരു റിയൽ നിങ്ങൾ അതിനകത്ത് തന്നെ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ തന്നുകൊണ്ട് നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടി നമുക്ക് ശരിക്കും. എന്തായാലും വളരെ സന്തോഷം. ഇത് ഇവിടെ തീരുന്നില്ലല്ലോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ച. കാരണം സിനിമ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. 200 കോടി കഴിഞ്ഞ് ഇപ്പൊ എത്ര എത്തി അതുവല്ലോ അറിഞ്ഞു? ഒന്നാമത്തെ കാര്യം ഈ കോടി ക്ലബ് എൻ്റെ ഒരു ഏരിയ അല്ല. ഞാൻ എനിക്ക് അതിനകത്ത് എക്സൈറ്റ്മെന്റും ഇല്ല. പണ്ട് ദൃശ്യം ഫസ്റ്റ് 50 കോടി ആയെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇത് സിനിമയ്ക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ എന്താ കോടിയുടെ മത്സരം സിനിമയ്ക്ക് ഇൻഡസ്ട്രിക്ക് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല സിനിമകൾ ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ദൃശ്യം 3 നല്ല സിനിമയാണെന്ന് മജോറിറ്റി ആൾക്കാർ പറയുമ്പോൾ ഞാൻ ഹാപ്പി. അതിൻ്റെ കോടിക്കണക്ക് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ ഉത്തരം കിട്ടിയാലും കുഴപ്പമില്ല, പ്രൊഡ്യൂസർക്ക് നഷ്ടം വരരുത്, അത്ര മാത്രമേ. എന്തായാലും വളരെ സന്തോഷം ഹലോ മലയാളത്തിൽ സഹകരിച്ചതിന്.